നവംബർ 20 ദൈവരാജ്യത്തെക്കുറിച്ച്, അത് ഒരു വിരുന്നൊരുക്കുന്ന മനുഷ്യനാണ്, മനുഷ്യനോട് തുല്യം. അയാൾ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്ത് വിരുന്നൊക്കെ ഒരുക്കി ആളുകളെ ക്ഷണിച്ചു. അവരാരും വന്നില്ല. സേവകന്മാരെ അയച്ചിട്ട് പറഞ്ഞു, പുറത്തു പോയിട്ട് അവിടെ കാണുന്നവരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി, അവരെ ഞാൻ എൻ്റെ രാജ്യത്ത് അവർക്ക് ഒരു സമ്പത്ത്. ഈശോ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അറിവ്, അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്കെല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. ഓരോ ദിവസവും വിശുദ്ധ ബലിയിലും വചനങ്ങളിലൂടെയും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഫലം നമ്മളിൽ നിന്ന് കർത്താവ് എടുത്ത് ബാക്കിയുള്ളവർക്ക് കൊടുക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം, നിന്നിൽ ഫലമുണ്ടാകില്ല, നിനക്ക് നാശമായിരിക്കും. നീ അത് സ്വീകരിക്കണം, ആഹ്വാനങ്ങൾ സ്വീകരിക്കണം, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ സ്വീകരിക്കണം. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ സമൃദ്ധിയുണ്ടാകും, സമ്പന്നതയുണ്ടാകും, ഐശ്വര്യമുണ്ടാകും. നിനക്ക് വിരുന്ന് ആസ്വദിക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതിന് സാധിക്കുന്നില്ല. കാരണം നമ്മൾ മറ്റു കാര്യങ്ങളിൽ അവിടുന്ന് വിരുന്നൊരുക്കുമ്പോഴും കുർബാന പള്ളിയിൽ അർപ്പിക്കപ്പെടുമ്പോഴും നമ്മൾ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരാണ്. അതും ഇതും എല്ലാം ചെയ്ത് നമ്മൾ ജീവിക്കുകയാണ്. എന്നാൽ വിരുന്ന് അവിടെ അർപ്പിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ വിരുന്ന് കർത്താവ് തന്നെ മുറിച്ചു നൽകുമ്പോൾ, അതിൽ നമുക്ക് സംബന്ധിക്കാനും പങ്കെടുക്കാനും നമുക്ക് സാധിക്കട്ടെ. ഈശോനാഥൻ ആ വിരുന്നിലേക്ക് എല്ലാ ദിവസവും നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ആ വിരുന്ന് നമുക്കും ഉൾക്കൊള്ളാം. ഈശോനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.